എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പി നോക്കാം. സാധാരണ എല്ലാ പച്ചക്കറികളും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അവിയൽ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് കോവയ്ക്ക വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ്. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അപ്പച്ചിയാണ്. അപ്പച്ചി സ്പെഷ്യൽ സാമ്പാർ നിങ്ങളെല്ലാവരും കണ്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണിത്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ടേസ്റ്റി അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു അവിയൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അധികം മൂപ്പെത്താത്ത കോവയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ 2 അറ്റവും മുറിച്ച് കളഞ്ഞിട്ട് 4 കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അധികം മൂപ്പെത്താത്ത കോവയ്ക്ക നോക്കി ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഈ അവിയലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഏത് ടൈപ്പിലുള്ള പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ മൺചട്ടി ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കാണ് ഈ ഒരു കോവയ്ക്ക മാറ്റിയിട്ടുള്ളത്. ഇനി ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി കൂടാതെ നമ്മൾ തൈരും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പുളി നോക്കുക. ഇനി ഇതിലേക്ക് 3 എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറഞ്ഞ് നിൽക്കണം മുളക് പൊടി. അത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കാതെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഇത് വഴറ്റിയിട്ടും ഈ ഒരു അവിയൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഈ ഒരു അവിയലിന് ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി പച്ച കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയും അതുപോലെ എല്ലാം നല്ലതായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇളക്കി നോക്കുക. വെള്ളം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരപ്പ് ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ചതയേ ആകാവുള്ളൂ. അപ്പോൾ അരപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരപ്പും കഷ്ണങ്ങളും കൂടി ഇതുപോലെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ലൂസാക്കി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവിയൽ ലൂസായി പോവും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പച്ചക്കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു അവിയലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ ഒരു അവിയൽ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഉണ്ട്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ കഴിക്കുന്ന അവിയലിനെക്കാട്ടിലും വളരെ നല്ലൊരു ടേസ്റ്റിലുള്ള അവിയലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു പുതിയ റെസിപ്പി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്